ഗോപാലകൃഷ്ണ, നീ മരിച്ച എടാ ഭഗവാൻ ഗോപാലകൃഷ്ണൻ 16,000 പെണ്ണുങ്ങളുടെ കറങ്ങിയിട്ടുണ്ട്. പക്ഷെ പെണ്ണിനെ കൂട്ടി കൊടുത്തിട്ടില്ല. ഈ GK തെണ്ടി ഗോപാലകൃഷ്ണൻ പിമ്പാണെന്ന് ഞാൻ പറയും. PIMB ഇവിടെ ഉണ്ടായിരുന്നോ? ഈ വാസ്തവനെ ആരും പേടിക്കാനില്ല. ഞാൻ ബഹളം ഉണ്ടാക്കും. എന്റെ മോടെ പ്രസ്റ്റീജിയസ് ലൈഫ് നിന്റെ മുതലാളിയെ പന്ന റാസ്കൽ നശിപ്പിച്ചു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇത് കണ്ടോ? എന്റെ മോള് ഈ ട്രൂത്ത് എന്ന് പറഞ്ഞ കള്ളപ്പത്രം കണ്ടോ? പക്ഷെ ഫോട്ടോ സത്യമേ പറയും. നീ ഇത് കണ്ടോ പൂജ മോളെ? നേരത്തെ കണ്ടിരുന്നു. ഇങ്ങനൊരു ന്യൂസ് വന്നുകൊണ്ട് നാളെ എന്റെ മോളെ ഇവൻ കെട്ടതില്ലെന്ന് പറഞ്ഞ നമ്മൾ എന്തോന്ന് ചെയ്യും? വിശ്വസിക്കാൻ കൊള്ളു. എന്നെ വിശ്വസിക്കാം, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. നീ മാഞ്ഞാണെങ്കിൽ നിന്റെ ചതിയൻ കൂട്ടുകാരൻ നീ കുത്തി മലർത്തണം. പശുതനക്ക് നീ എഴുതിയിരുന്ന വായിച്ച് ഗോപാലകൃഷ്ണന്റെ കാമുകയായിരിക്കവേ തന്നെ സ്റ്റാർലൈൻ MD ഹരീന്ദ്രന്റെ കീപ്പായി ജീവിക്കുകയാണ് എന്റെ മോളെന്ന്. ഞാൻ തെണ്ടിയായി പോയത് പണമില്ലാത്തോണ്ട. പക്ഷെ മാനം വിട്ടിട്ടില്ല. എനിക്കിപ്പോ സത്യം അറിയണം. എന്റെ മോളത്തിന്റെ കാര്യമാണോ ഇതെങ്ങനെ സംഭവിച്ചത്? എല്ലാം വിശദമായിട്ട് പറയാം. ഇതൊരെണ്ണടിക്ക്. എനിക്ക് വേണ്ട പുല്ലേ. ഞാനൊരു പാവ. കാശുള്ളപ്പോ ഒത്തിരി പേരെ സഹായിച്ചു. ഇപ്പൊ എല്ലാവർക്കും എന്നെ പരിഹാസം. എന്റെ ബന്ധുക്കൾ പോലും എന്നെ തിരിച്ചു നോക്കത്തില്ല. പക്ഷെ നീ നിന്റെ കള്ളു മേടിച്ചു കൊടുത്തിട്ട് നിന്നെ കഴിവരുടെ പോലെ ഇത് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ മോളെ നീ കുരുതി കൊടുക്കരുത്. അത്ര പറയുള്ളൂ. ആ രാജേന്ദ്രൻ ഹരീന്ദ്രനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നതാ. ആരും അത് മൈൻഡ് ചെയ്തില്ല. ആരോരുത്തൻ കയറി പോകുന്നു. ഇനി ഇവനും എന്റെ മോളെ GK കൂട്ടി കൊടുക്കും. ഇത് അവനല്ലേ? ഇത് കണ്ടില്ലേ? നീ എന്റെ മകളുമായി സുഖശാലം നടത്തുന്ന ഫോട്ടോ കണ്ടില്ലടാ പാട്ടി? എന്താടാ ഒന്നും മിണ്ടാത്തത്? കാശുണ്ടെങ്കിൽ എന്ത് തുമ്മടുത്തരും കാണിക്കാവുന്നാണോ? കണ്ടാനല്ല മാന്യനെ പോലെ നടപ്പ്. കാശെറിഞ്ഞ് പെമ്പിള്ളേരെ വലവീശി നശിപ്പിക്കുന്ന കാമഭ്രാന്തൻ. ഇന്ന് നീ എന്റെ മോളെ കല്യാണം കഴിക്കണം. ഹരിചന്ദ്രൻ ചമയുന്ന ഹരീന്ദ്ര, നിനക്കറിയാം എന്റെ തോക്കുണ്ട്. എന്റെ മോടെ ജീവിതം തകർത്ത അതി ബുള്ളറ്റ് കൊണ്ട് നീ സൂക്ഷിച്ചോ. Sorry about that. That's okay. പൂജ അന്ന് ഡോക്യുമെന്റ്സാ. കമ്പനിയുടെ ഡയറക്ടറായി GK നിയമിച്ചിട്ടുണ്ട്. തൽക്കാലം ചെയർമാന്റെ സൈനിങ് അതോറിറ്റി നിനക്കാ. ചെയർമാന്റെയോ? എനിക്കോ? അതെ. എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല. പഴയതുപോലെ ഒന്നിനും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇനി ഇങ്ങനെ പോയാൽ നമ്മുടെ കമ്പനി ഒരു വട്ടപൂജയാവും. ഷെയർ മാർക്കറ്റൊക്കെ ഇപ്പോഴേ കുഴപ്പത്തിലാ. 100 കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ അത് ബാധിക്കും. മാത്രമല്ല നിന്റെ ഒരു പഴയ മോഹമായിരുന്നല്ലോ ഡയറക്ടർ ആവാന്നുള്ളത്, അല്ലേടാ? ഇനി കുറെ നാള് ചെയർമാനായിട്ട് തന്നെ ഇരുന്നു. ഗുഡ് ലക്ക്. എന്നിട്ട് നീ എങ്ങോട്ടാ പോണേ? പേടിക്കണ്ട. ഏതായാലും ആത്മഹത്യ ഒന്നും ചെയ്യില്ല. കാരണം മരണത്തെ എനിക്ക് പേടിയാ.
ഫ്ലാറ്റിന്റെ താക്കോല. അതെടി, എനിക്ക് ഭ്രാന്താ. ഈ സന്തോഷം കൊണ്ടുള്ള ഭ്രാന്തിനെ പറ്റി കേട്ടിട്ടില്ലേ? അവസ്ഥയില ഞാനിപ്പോ. എടി, ഈ GK ഇപ്പൊ സ്റ്റാർലൈന്റെ ചെയർമാനാ. ഒന്ന് ചിഞ്ഞാലേ മറ്റൊന്നിന് വളമാകുമെന്ന് പറയുന്നത് എത്ര സത്യ. സോറിയുടെ ഹരി, ഞാൻ നിന്നെ മാനസികമായിട്ട് ഒരുപാട് തളർത്തി. എന്നാലല്ലേ എന്റെ കാര്യങ്ങൾ നടക്കൂ. കോടീശ്വരനാകുക എന്നുള്ള എന്റെ ലക്ഷ്യം. അതിനേത് മാർഗവും ഞാൻ സ്വീകരിക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ ഡോക്യുമെന്റ്സ് ഇപ്പൊ കിട്ടിയതേ നിന്റെ കഴിവുകൊണ്ടൊന്നുമല്ല, എന്റെ ശരങ്ങൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടതുകൊണ്ടാ. ഹരീന്ദ്രന്റെ കല്യാണം മുടക്കിയത് ഞാനാ. അല്ലെങ്കിൽ ഇന്ദു കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോവില്ലായിരുന്നു. കല്യാണം നടന്നാൽ എന്റെ ഈ സ്വപ്നം നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ ഞാൻ മന്ദരയുടെ വേഷം കെട്ടിയത്. ഞാൻ ഗോപാലകൃഷ്ണൻ, ഹരീന്ദ്രന്റെ ആത്മസുഹൃത്താ. അറിയാം, പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഉടനെ എത്തോ? അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയിരിക്കാം, ഉടനെ എത്തും. അവര് വരുന്നതിന് മുമ്പ് എനിക്ക് പോണം. എന്നെ കാണാതിരിക്കുന്ന നല്ലത്. അതെന്തേ? ഒരച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. അതും കല്യാണ മുഹൂർത്തത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ്. രണ്ട് ശരീരമാണെങ്കിലും ഒരാത്മാവാണ് എന്റെ ഹരീന്ദ്രന്റെയും. അത്രയും ക്ലോസ് ആയ ഒരു സുഹൃത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഇയാളൊരു ചതിക്കുഴി ചെന്ന് ചാടരുതല്ലെന്ന് ഓർത്തിട്ടാ. അവനെപ്പോലൊരു ഫ്ലേട്ടിനെ കല്യാണം കഴിക്കണമെന്ന് കുട്ടി ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. പിന്നെ ഞാൻ എന്തിനാ ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചാ, എന്റെ ജീവിതത്തിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. പൂജ എന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നെന്ന് അറിയാലോ. അവളെ അവൻ വെറുതെ വിട്ടില്ല. ഇന്ദുവിന്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഹരീന്ദ്രൻ ഒരു പരമശുദ്ധനാണെങ്കിൽ തന്നെ അലക്സ് ഒന്ന് വിളിച്ചാൽ ഇറങ്ങി ചെല്ലാൻ ഇന്ദു തയ്യാറായിരുന്നു അല്ലേ? അതാടി ഈ GK. വേണ്ട വേണ്ട, അച്ഛാന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടം. മതി, അച്ഛൻ കേറിക്കോ, ഞാൻ വണ്ടി സുരക്ഷിതമായി പാർക്ക് ചെയ്തിട്ട് വരാം. അതൊക്കെ ഡ്രൈവർ ചെയ്തോളും, നീ വന്നേ. നോ, ഈ നല്ല വണ്ടി കണ്ട ചിലവന്മാർക്കൊന്ന് പോർണമെന്ന് തോന്നി. എന്തടി ചിരിച്ചേ? അല്ല, ഒരു വിപ്ലവകാരി പെട്ടെന്ന് ബൂഷായതോർത്ത് ചിരിച്ചതാ. കേട്ടോ ജോസഫേ, തന്റെ പാർട്ടിക്കാർ ചെയ്യുന്ന പോലെ യവനെ ശത്രുവായി കണ്ട് വെട്ടി നിരത്താനല്ലായിരുന്നു എന്റെ തീരുമാനം. അതുകൊണ്ടാ സർവ്വ അവകാശങ്ങളും കൊടുത്ത് മരുമകനായി ഞാൻ അംഗീകരിച്ചത്. പക്ഷേ ജോസഫേ, തനിക്ക് ഇവനൊന്നും പറ്റിയതല്ല ഈ രാഷ്ട്രീയം. അല്ല, ജോസഫിന് വേറെ പണിയൊന്നും അറിഞ്ഞൂടെ? പിന്നെ പാർട്ടി മൂന്നാറിലേക്ക് വെട്ടി നിർത്താൻ വേണ്ടി 3 പൂച്ചകൾ അയച്ചില്ലേ, അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ പോയത് ഞാനാ. പിന്നെ ഞാനിങ്ങ് പോന്നു, പട്ടി പൂച്ചയെ പിടിച്ചോണ്ട് പോയില്ലേ. പിന്നെ JCB കൂടെയുള്ള വിപ്ലവം വരുന്നതെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. അതെ അതെ അതെ, ഇടിച്ചു നിരത്തിയ റിസോർട്ടുകൾക്ക് കോടിക്കണക്കിന് രൂപയാ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അത് തന്റെ മന്ത്രി എടുത്തു കൊടുക്കൂ. പിന്നെ ജനങ്ങളടച്ച നികുതി. വല്ലതും പറ്റിയോ? ഞാനൊന്ന് സ്ലിപ്പായി മോനെ. 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വില കുറഞ്ഞ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നേ. സത്യത്തിൽ അച്ഛന്റെ മഹാമനസ്കത ഇന്നാ എനിക്ക് മനസ്സിലായത്. ഇത്രയും വലിയ ഹോട്ടലിലേക്ക് ജോസഫേട്ടനെ വേണേ വിളിച്ചെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അപ്പോഴാണ് ഒരു സോഷ്യലിസ്റ്റിനെ ഞാൻ കണ്ടത്. എന്റെ ജോസഫേട്ട ചുമ്മാതല്ല ഈ ചൈനയൊക്കെ മുതലാളിത്തത്തിലേക്ക് തിരിയുന്നു എന്ന് പറയുന്നത്. മുതലാളിമാരിലും ഉണ്ട് വിപ്ലവകാരികൾ. അതാണ് സത്യം. വെറുതെ ഇത്രയും ചൈനീസ് റെസ്റ്റോറന്റ് ഇവിടെ. സാറേ,
ഇവനെയാണ് സത്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ എടുക്കേണ്ടത്. എങ്കിൽ പുള്ളി പുതിയ മാനിഫെസ്റ്റോ എഴുതിയന്. എന്താണ്? അല്ല, ഈ AC റൂമും ചിക്കനും സ്കോച്ചും ഒക്കെ ഉണ്ടെങ്കിൽ വിപ്ലവത്തിന് വീര്യം കൂടുമെന്നാ പട്ടിണി പാവങ്ങൾ. How are you, ഹരീന്ദ്രൻ? ഫൈൻ, വെരി ഫൈൻ. യഥാർത്ഥ ഭൂർഷവനാ ആട്ടിൻ തോലിട്ട ചെന്നായി. വാടി. ആട്ടും തോലിട്ട ചെന്നായി.